ഇവരെല്ലാവരും അവർ സ്ത്രീകളാണ്, അവരും ഇതിന്റെ ഇരകളായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പോക്സോ കേസുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, അതിന്റെയൊക്കെ കണ്ടീഷൻ റേറ്റ് എത്രമാത്രം കുറവാണ്. എന്നിട്ട് പോലും ആ നാടൻ നിയമങ്ങൾ, അതല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷനിലാവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ ഉടനെ സ്ത്രീക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെങ്കിലും അവൾ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുക. അവനത് വേണ്ടെന്ന് പറഞ്ഞാൽ നാടൻ നിയമങ്ങളാണ്. അതോടൊപ്പം കേരളത്തിലെ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ വളരെ കൂടുതൽ. അതായത് 2 3 പുരുഷന്മാര്. ഞങ്ങൾ പറഞ്ഞാൽ NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുരുഷന്മാരുടെ കൂടുതലാണ്. പക്ഷേ അവരുടെ ദുഃഖങ്ങൾ കേൾക്കാൻ, അവരുടെ വിലാസങ്ങൾക്ക് കാതോർക്കാൻ ഇന്നിവിടെ ഒരു ഭരണ സംവിധാനമില്ല. നീതിന്യായ വ്യവസ്ഥ, പോലീസ് സംവിധാനം, ഭരണകൂടങ്ങൾ എല്ലാം പക്ഷ ആയിരിക്കുകയാണ്. പല നിരപരാധിയായ പുരുഷന്മാരെ ചുരുളങ്ങിയിരിക്കുന്നത് അവരെല്ലാം ആത്മഹത്യയിലേക്ക്. അവർ മാത്രമല്ല, അതോടൊപ്പം തന്നെ സ്ത്രീ സംരക്ഷണ നിയമം എന്ന പേരിൽ അറിയിരിക്കുന്ന ഈ നിയമം മൂലം പുരുഷന്റെ അമ്മ, പെങ്ങൾ, മുതലായ മകൾ, ഇവരെല്ലാവരും അവർ സ്ത്രീകളാണ്, അവരും ഇതിന്റെ ഇരകളായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവരും ഈ നിയമം മൂലം അമ്മ, പെങ്ങൾ, അതിന്റെ ഇവരെല്ലാവരും സ്ത്രീകളാണ്, അവരും ഇതിന്റെ ഇരകളായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പോക്സോ കേസുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, അതിന്റെയൊക്കെ